ഹേദർ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന 1999 റിലീസ് ചെയ്ത ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രമായിട്ടുള്ള ദ മാട്രിക്സ് ആണ്. ലോകമെമ്പാടും ഇത്രയധികം ഫാൻ ബേസ് ഉള്ള ഒരു സയൻസ് ഫിക്ഷൻ ഫ്രാഞ്ചൈസ് വേറെ ഉണ്ടാവില്ല. കൂടുതൽ ആക്ഷൻ സീക്വൻസുകൾ കേന്ദ്രീകരിച്ച ഒരു ചിത്രം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ചെറിയ ചെറിയ ഡയലോഗ്സിലൂടെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശ്രദ്ധിച്ച് കാണാത്തവരെ സംബന്ധിച്ച് ഇതിലെ കുറെ കാര്യങ്ങളൊന്നും മനസ്സിലായി എന്ന് വരത്തില്ല. പ്ലോട്ടിങ്ങിനെ നറേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിലായിട്ട് ഈ പറഞ്ഞ കൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. കാരണം അതായിരിക്കും നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ കൺസെപ്റ്റ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പിന്നെ പ്ലോട്ടിലോട്ട് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയി കിട്ടും. അതുകൊണ്ടാണ്. വർഷം 1998. ഒരു പഴയൊരു ബിൽഡിങ്ങിൽ ഒരു പെൺകുട്ടി ഇരുന്ന് എന്തോ ഒരു കമ്പ്യൂട്ടറിൽ എന്തോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവളുടെ പേരാണ് ട്രിനിറ്റി. അറ്റ് ദ സെയിം ടൈം ഈ ഒരു പെൺകുട്ടിയെ പിടിക്കാൻ വേണ്ടി ഒരുപാട് പോലീസുകാരും ആ ഒരു ബിൽഡിങ്ങിലോട്ട് കയറി വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് അവിടേക്ക് വേറെ കുറച്ച് പേര് വരുന്നുണ്ട്. ഇവരാരാണെന്ന് ഏജൻസ് ആണ്. ഈ വന്ന ഏജൻസും പോലീസുകാരോട് ആരും രക്ഷപ്പെട്ട് പോയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. ഇല്ല സാർ, ആരും പോയിട്ടില്ല, ആകെ ഒരു പെൺകുട്ടി മാത്രമേ അവൾ അതിന്റെ ഉള്ളിലാണെന്ന് പറയുന്നു. ശരിയെന്നാൽ ഞങ്ങൾ ഉള്ളിലോട്ട് പോകുകയാണെന്ന് ഏജൻസ് പറയുന്ന സമയത്ത് സാർ അതിന്റെ ആവശ്യമില്ല, ഞാൻ 2 യൂണിറ്റ് അവളെ പിടിക്കാൻ വേണ്ടി ഉള്ളിലോട്ട് വിട്ടിട്ടുണ്ട്, അവരിപ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് വന്നോളൂ സാർ, ടെൻഷൻ ആവണ്ടെന്നൊക്കെ പറഞ്ഞ് പോലീസുകാരൻ പറയുന്നു. ഇത് കേട്ട ഒരു ഏജന്റ് പോലീസുകാരനോട് നിങ്ങളയച്ച ഒരു 2 യൂണിറ്റ് ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ ആ ഒരു പെൺകുട്ടിയും ആ ഒരു പോലീസുകാരെല്ലാം വെളുത്ത് വാരി എടുക്കുന്നുണ്ട്. എല്ലാവരും അടിച്ചിട്ട് ശേഷം നമ്മുടെ ആ ഒരു ട്രിനിറ്റി ഒരു കോൾ ചെയ്യുന്നുണ്ട്. ആരെയാണെന്നാൽ ഇവളുടെ ബോസ് ആയിട്ടുള്ള മോർഫീസിനെയാണ്. സാർ നമ്മുടെ ലൈൻ ട്രാക്ക് ചെയ്തെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് ഇവള് പറയുന്നു. അതേ ട്രിനിറ്റി നമ്മുടെ ഹോവൽ ലൈനും അവർ കട്ട് ചെയ്തു, ഇപ്പം നിനക്ക് വരാനും സാധിക്കത്തില്ല, നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിട്ടായിട്ട് ഒരു പബ്ലിക് ഫോൺ ബൂത്ത് ഉണ്ട്, അങ്ങോട്ട് വന്നാൽ അത് മാത്രമേ നമുക്ക് ഒരേ വഴിയുള്ളൂ, നീ ശ്രദ്ധിക്കണം, അവിടേക്ക് ഏജൻസും വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഓ ഏജൻസും ഇവിടെ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രിനിറ്റി നേരെ അവർ ഫോൺ കട്ട് ചെയ്ത് അവിടുന്ന് ഒരു വേഗം രക്ഷപ്പെട്ട് ഓടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവളുടെ പിന്നാലെ തന്നെ ആ ഒരു ഏജൻസും ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പുള്ളിക്കാരത്തി ഓടിപ്പോയി ആ ഒരു ബിൽഡിങ്ങിന്റെ അപ്പുറത്ത് നിന്ന് ഒരു ചാട്ടം, നേരെ അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് ഒരു പോക്ക്. സാധാരണ ഒരു മനുഷ്യനെ കൊണ്ടൊന്നും ഇങ്ങനെയൊന്നും ചാടാൻ പറ്റത്തില്ല. ശരി ഓക്കെ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഇവളുടെ പിന്നാലെ വന്ന ഒരു ഏജന്റ് ഉണ്ടല്ലോ, പുള്ളിക്കാരനും അവളെ പോലെ തന്നെ ഒരു ചാട്ടം. ഇത് കാണുന്ന പോലീസുകാരൊന്നും ഒരു ഐഡിയ ഇല്ലാതെ അന്തം വിട്ട് നിൽക്കുന്നത്. ഇവളും വീണ്ടും ചാടി ഉരുണ്ട് മറിഞ്ഞൊക്കെ വീണ്ടും ആ ഒരു ഏജന്റ് കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ ആ ഒരു ടെലിഫോൺ ബൂത്തിന്റെ ഫ്രണ്ടിലും എത്തുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ട്രക്ക് തിരിഞ്ഞിരിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ആ ഒരു ടെലിഫോൺ ബൂത്തിൽ ഫോണും റിങ് ചെയ്യുന്നു. റിങ് കേട്ട് നമ്മുടെ ട്രിനിറ്റി വേഗം ആ ഒരു ഫോൺ ബൂത്തിലേക്ക് ഓടി വരുന്നുണ്ട്. അതേസമയം തന്നെ ആ ഒരു ട്രക്കും അങ്ങോട്ട് ഇടിക്കാൻ വേണ്ടിയും വരുന്നുണ്ട്. ഇവളും ആ ഒരു ഫോൺ എടുത്ത് ചെവിയിലോട്ട് വെക്കേണ്ട താമസം ആ ഒരു ട്രക്ക് നേരെ ആ ഒരു ഫോൺ ബൂത്തിനെ ഇടിച്ചില്ലാതാക്കുന്നു. ദെൻ ആ ഒരു ട്രക്കിന്റെ ഡ്രൈവർ വരുന്നുണ്ട്. അത് വേറെ ആരുമല്ല, ആ ഒരു ഏജന്റ് ആയിരുന്നു. അത് ഇതിന്റെ കൂടെയുള്ള ഏജൻസും അങ്ങോട്ട് വരുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ആ ഒരു ടെലിഫോൺ ബൂത്തിൽ ആ ഒരു പെൺകുട്ടിയെ കാണാനില്ല. ശേഷം ഏജൻസും നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണ്, ഇവരുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നിയോ ആണെന്ന് പറയുന്നു. അപ്പൊ അവർക്ക് മുമ്പായിട്ട് നമുക്ക് അവനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ അവിടുന്ന് പോകുന്നു. അവിടെ കെട്ടിയതിൽ അങ്ങനെ നമ്മുടെ നായകനെ കാണിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരാണ് തോമസ് ആൻഡർസൺ. ഇദ്ദേഹം പകൽ സമയം ഒരു കമ്പനിയിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം രാത്രിയിലാവട്ടെ നിയോ എന്നൊരു പേരിൽ ചെറുകിട ഇല്ലീഗൽ ബിസിനസ് എല്ലാം ചെയ്യുന്ന ഒരു ഹാക്കറാണ്. നിയോയും ഇങ്ങനെ മടുത്ത് മയങ്ങി വരുന്ന സമയത്ത് അവന്റെ ഡിസ്പ്ലേയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട്. വേക്കപ്പ് നിയോ, ദ മാട്രിക്സ് ഹാസ് യു, വൈറ്റ് കളറായിട്ടുള്ള റാബിറ്റിനെ ഫോളോ ചെയ്യുക, നോക്ക് നോക്ക് നിയോ എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് അവന്റെ ഡോർ ആരോ നോക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഡിസ്പ്ലേയിൽ ഇപ്പൊ നോക്ക് നോക്ക് എന്ന് പറയേണ്ട താമസം അവിടെ അവന്റെ ഡോർ നോക്ക് ചെയ്യുന്നു. ഇവനും വാതിൽ ഓർക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, ഇവന്റെ ഇല്ലീഗൽ ബിസിനസ് എല്ലാം ചെയ്യുന്ന ഒരു കൂട്ടാളിയാണ്. ഇവരും അവരുടെ കാര്യമെല്ലാം ചെയ്തിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹം നീ ഇങ്ങനെ ഫ്രീ ആണെങ്കിൽ ഞങ്ങളോട് വാ, നമുക്ക് കുറച്ച് ജോലി അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവനെ വിളിക്കുന്നു. ഇല്ല നിങ്ങൾ പോയിട്ട് എനിക്ക് കുറെ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് നിയോ പറയുന്നു. അപ്പോൾ മറ്റവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി നിയോ വാ വെറുതെ ഇരിക്കല്ലേ, നമുക്ക് കുറച്ച് എൻജോയ് ചെയ്തിട്ട് വരാന്നൊക്കെ പറഞ്ഞ് അവനെ വിളിക്കുന്നുണ്ട്. അവരുടെ കൈയുടെ ഭാഗത്തായിട്ട് ഒരു വൈറ്റ് കളർ റാബിറ്റിനെ ടാറ്റോ ഒട്ടിച്ചിട്ടുണ്ട്. കുറച്ചു മുമ്പ് ഡിസ്പ്ലേയിൽ എന്താ കാണിച്ച് ഫോളോ വൈറ്റ് റാബിറ്റ് എന്നല്ലേ, ഇവളുടെ കയ്യിലും അതേപോലെ തന്നെ ഒരു വൈറ്റ് കളർ റാബിറ്റിനെ ടാറ്റോ ഒട്ടിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഫോളോ ചെയ്ത് പോ എന്നാണ് അവിടെ മുമ്പ് പറയാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ നിയോയും ആ വരാന്ന് സമ്മതിച്ച് അവരുടെ കൂടെ പോകുന്നു. അവർ നേരെ ഒരു ക്ലബിലോട്ട് പോകുന്നുണ്ട്. അവിടെ മൊത്തം ഡ്രിങ്ക്സും ഡ്രഗ്സും എന്നൊക്കെ പറഞ്ഞ് വൻ വിഷയങ്ങളാണ്. എന്നാൽ നമ്മുടെ നിയോ മാത്രം അവിടെ ഒരു മൂലയ്ക്ക് മാറി നിൽക്കുന്ന സമയത്ത് അവനെ കാണാൻ വേണ്ടി ഒരു പെൺകുട്ടി വരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ട്രിനിറ്റിയാണ്. ഇവളും ഹലോ നിയോ എന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇത് കേട്ട് അവനും ആ പേര് നിനക്ക് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. കാരണം അത് അവന്റെ ഒരു സീക്രട്ട് നെയിമാണ്, നിന്നെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ഇവള് പറയുന്നു. നീയോ ഞാനിവിടെ വന്നത് നിന്നെ വാൺ ചെയ്യാൻ വേണ്ടിയാണ്, അവര് നിന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല നീ ഒരു കാര്യത്തിന് പിന്നാലെയുമാണ്. നിന്റെ മനസ്സിലും ഒരു ചോദ്യമുണ്ട്, മുമ്പ് എന്നിലുണ്ടായിരുന്ന അതേപോലെ തന്നെ, വാട്ട് ഈസ് മാട്രിക്സ്? അതിന്റെ ഉത്തരം നിന്നെ തേടി വരും, പക്ഷെ നീ ഇപ്പൊ ഡേഞ്ചറിലാണ് എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവുകയാണ്. ഇത് കേൾക്കുന്ന അവിടെ നിയോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം പോവുകയാണ്. അവൻ സാധാരണ പോലെ വർക്കിന് പോകുന്നുണ്ട്. അപ്പൊ അവന്റെ അടുത്തേക്ക് ഒരു കൊറിയർ വരുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞ് നിയോയെ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിനകത്തൊരു സെൽഫോൺ ആയിരുന്നു. ഇവനത് എടുക്കേണ്ട താമസം അത് റിങ് ചെയ്യുന്നുണ്ട്. ഇവന് ഫോൺ എടുത്ത് സംസാരിക്കുന്നു. ആ കോളിൽ വേറെ ആരും ആയിരുന്നില്ല, മോർഫീസ് ആയിരുന്നു. ഹലോ നിയോ, ഞാൻ നിന്നെ ഒരുപാട് നാളായിട്ട് അന്വേഷിക്കുകയായിരുന്നു. ഞാൻ കാണിക്കാൻ പോകുന്നത് നീ കാണാൻ തയ്യാറാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ രണ്ടുപേർക്കും ഇപ്പൊ സമയം തീരെയില്ല. അവർ നിന്നെ തേടി വരുന്നുണ്ട് നിയോ, അവരെന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ആരാണെന്ന് പറഞ്ഞ് നിയോ ചോദിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് നീ തന്നെ കണ്ടോളൂ എന്ന് പറഞ്ഞ് മോർഫീസ് പറയുന്നു. ഇവനും എഴുന്നേറ്റ് നോക്കുന്നുണ്ട്. അത് ആ ഒരു ഏജൻസ് ആയിരുന്നു. അവരിതിനെ എന്നെ അന്വേഷിക്കുന്നു, ഞാൻ എന്ത് തെറ്റ് ചെയ്ത്, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് നിയോ ചോദിക്കുന്നു. നീ ടെൻഷൻ ആവണ്ട, ഞാൻ പറയുന്നത്
മാത്രം നീ അനുസരിച്ചാൽ മതി എന്ന് മോർഫീസ് പറയുന്നു. നേരെ നിന്റെ അപ്പുറത്തെ ക്യാബിനിലോട്ട് നീ പോ. നീയും കറക്റ്റ് ആയിട്ട് അവർ വരുന്നതിന്റെ ഉള്ളിൽ അപ്പുറത്തെ ക്യാബിനിലോട്ട് പോകുന്നു. ഏജൻസും അവിടെ വന്ന് നോക്കുന്ന സമയത്ത് അവനെ കാണാത്തതുകൊണ്ട് അവിടെ മൊത്തം അന്വേഷിക്കാൻ വേണ്ടി അവർ പോകുന്നു. നീ ഞാൻ പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് നീ കുനിഞ്ഞുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു പറഞ്ഞ് അവനോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിയോയും പെട്ടെന്ന് തന്നെ കുനിഞ്ഞുകൊണ്ട് തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓക്കെ നിയോ, നിനക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇനി ആകെ 2 വഴിയേ ഉള്ളൂ. ആ ബിൽഡിങ്ങിന്റെ വെളിയിലായിട്ട് ആ ഒരു ഗ്ലാസ് എല്ലാം തുടക്കുന്ന ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ലിഫ്റ്റ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വരുന്ന ഏജൻസ് നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഏത് വേണമെങ്കിലും നീ തന്നെ ചൂസ് ചെയ്തെന്ന് പറഞ്ഞ് അവനോട് പറയുകയാണ്. ആരെ കണി കണ്ട് ഇറങ്ങിയതാണെന്നൊക്കെ പ്രാഗിയിട്ട് നമ്മുടെ നിയോയും ആ ഒരു വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ ചേർക്കാൻ ടെൻഷൻ ആവുന്നു. നല്ല ഹൈറ്റ് അല്ലേ, ആ ഒരു കാറ്റടിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന നോക്കിയ മൊബൈലും താഴോട്ട് പോകുന്നു. ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ നിയോ ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പൊ ഇവഞ്ചലി ആ ഒരു ഏജൻസും ഇവനെ അറസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വെളിയിലോട്ട് കൊണ്ടുവരികയാണ്. ഇവരിങ്ങനെ ഇവനെ കൊണ്ടുവന്നത് നമ്മുടെ ട്രിനിറ്റിയും വെളിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഏജന്റ് സ്മിത്തും ഇവൻ ഇന്റർഗേറ്റ് ചെയ്യുന്നുണ്ട്. നിന്നെ ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ച ഒരുത്തനുണ്ടല്ലോ മോർഫീസ്, അവൻ ആരാണ്, എവിടെയാണ്, നിനക്ക് അവനെ പറ്റി എന്തൊക്കെ അറിയാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിയോനോട് ചോദിക്കുന്നുണ്ട്. കാര്യം മോർഫീസ് ആരാണ് എന്താണെന്നൊന്നും ഇവൻ അറിയത്തില്ല, എന്നാലും വാ വെച്ച് വെറുതെ ഇരിക്കല്ലേ, ഞാനും ഇവിടുത്തെ പൗരൻ തന്നെയാണ്, എനിക്കും അവകാശങ്ങളുണ്ട്, എനിക്കൊരു കോൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇവൻ പറയുന്നുണ്ട്. അല്ല നിയോ, നിന്റെ വാ ഇല്ലെങ്കിൽ നീ എങ്ങനെ സംസാരിക്കാൻ പോകുന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ നിയോയുടെ വാ രണ്ടും കൂടെ കൂട്ടി ഒട്ടുന്നു. ചെറുക്കനങ്ങ് വല്ലാണ്ട് ടെൻഷൻ ആവുന്നു എന്താ സംഭവം എന്നറിയാതെ. ഇതിന് ബാക്കി 2 ഏജന്റുമാരും അവനിങ്ങനെ പിടിച്ചു കിട്ടുന്ന സമയത്ത് ഏജന്റ് സ്മിത്ത് ഒരു ട്രാക്കർ എടുക്കുന്നു. അത് പെട്ടെന്ന് ഒരു പ്രാണി പോലെ ആയ ശേഷം അതിന്റെ നേരെ അവന്റെ വയറ്റിലോട്ട് വയ്ക്കുന്ന സമയത്ത് അവന്റെ ആ ഒരു പൊക്കിലോട്ട് ഇറങ്ങി അവന്റെ ബോഡിയിലുള്ളോട്ട് കയറുന്നു. പെട്ടെന്ന് നിയോയും ഞെട്ടി ഉണരുകയാണ്. അപ്പോഴാണ് ഈ കണ്ടതെല്ലാം തന്നെ ഒരു സ്വപ്നമായിരുന്നു എന്ന് അവൻ തിരിച്ചറിയുന്നത്. വീണ്ടും അവിടെ ഒരു ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. ഇവനടുത്ത് സംസാരിക്കുന്ന സമയത്താണ് അത് നമ്മുടെ മോർഫീസ് ആയിരുന്നു. നീ ഒരു ഫോൺ ലൈന് ടാപ്ഡ് ആണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റത്തില്ല. നിന്നെപ്പറ്റി എനിക്കറിയുന്നത് അവരറിഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്പം മരിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നീ എന്നെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ എന്റെ ജീവിതം മൊത്തം ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. യു ആർ ദ വൺ നിയോ, നിനക്ക് എന്നെ കാണണമെങ്കിൽ ആഡസ് ബ്രിഡ്ജിലേക്ക് വാന്ന് പറഞ്ഞ് അവനെ വിളിക്കുന്നുണ്ട്. നിയോയും ആ ഒരു ബ്രിഡ്ജിന്റെ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടേക്ക് ഒരു കാർ വരുന്നു. അതിന്റെ ഉള്ളിൽ നമ്മുടെ ട്രിനിറ്റിയും ഉണ്ട്. ഉള്ളിൽ കയറിയതും ഇവനെ ഗൺ പോയിന്റിൽ അവന്റെ ഷർട്ട് ഊരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. മനസ്സിലായില്ല, ഷർട്ട് ഊരാനാ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഭീഷണിപ്പെടുത്തപ്പോൾ അവന് ഷർട്ട് വരുന്നു. ഇതിന് വലിയൊരു ഡിവൈസ് അവന്റെ വയറിന്റെ അവിടെ വെച്ചിട്ട് അത് ഓൺ ആകുന്ന സമയത്ത് നമ്മുടെ നിയോയുടെ വയറിലുണ്ടായിരുന്ന ആ ഒരു പ്രാണിയെ പോലെ ഉണ്ടായിരുന്ന ഒരു ട്രാക്കർ അപ്പൊ അതിനെ വെളിയിലോട്ട് എടുക്കുകയാണ്. ഇത് കണ്ടപ്പോഴാണ് നിയോയ്ക്കും അപ്പൊ അതെല്ലാം സത്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചങ്ങായി വീണ്ടും ടെൻഷൻ ആവുന്നു. ആ ഒരു ട്രാക്കറും വെളിയിലോട്ട് ഇട്ട ശേഷം ഇവർ നേരെ പോകുന്നത് മോർഫീസ് ഉള്ള ആ ഒരു സ്ഥലത്തിലേക്കാണ്. അവരും അവിടെ ചെല്ലുന്നുണ്ട്. മോർഫീസിനെ മീറ്റ് ചെയ്യുന്നു. മോർഫീസിന് നമ്മുടെ നിയോയെ കണ്ടതും ഭയങ്കര സന്തോഷമാവുന്നു. നിയോ, നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു വേൾഡിൽ എന്തോ ഒരു പ്രശ്നമുള്ള രീതിയിലായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ അതെന്താണെന്ന് നമുക്ക് അറിയുന്നില്ല. അതെന്താണെന്ന് അറിയണമെങ്കിൽ നീ മാട്രിക്സ് എന്താണെന്ന് അറിയണം, എന്നാൽ അതിനെപ്പറ്റി അറിയണമെങ്കിൽ നീ എന്നെ വിശ്വസിക്കണം എന്നും പറഞ്ഞ് 2 ടാബ്ലറ്റ് കാണിക്കുന്നുണ്ട്. ഒന്ന് റെഡ് പില്ലും ഒന്ന് ബ്ലൂ പില്ലും. നിനക്ക് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഈ ബ്ലൂ പില്ല് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ നടന്ന സംസാരവും നമ്മുടെ സംഭാഷണവും എല്ലാം തന്നെ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് ഒന്നും തന്നെ ഓർമ്മയുണ്ടാവില്ല. അതായത് നിന്റെ സാധാരണ ജീവിതം നീ കണ്ടിന്യൂ ചെയ്യും. അതേസമയം നീ റെഡ് പില്ലാണ് നീ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിന്റെ ചുറ്റും എന്താണ് സംഭവിക്കുന്നത്, മാട്രിക്സ് എന്താണ്, സത്യങ്ങൾ ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞ് മോർഫീസ് പറയുന്നു. നിയോയും ആ ഒരു റെഡ് പില്ല് എടുത്ത് കഴിക്കുന്നു. അതിനുശേഷം ഇവനെ വേറൊരു റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാർ ഇവന്റെ ദേഹത്ത് കുറെ വയേഴ്സ് എല്ലാം കണക്ട് ചെയ്യുന്നുണ്ട്. ഇവനിങ്ങനെ എന്താണെന്ന് അറിയാതെ ചുറ്റും നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഗ്ലാസ് പൊട്ടിയിരിക്കുന്നുണ്ട്. ഇവനെ നോക്കിയിരിക്കെ തന്നെ ആ ഒരു പൊട്ടിയത് നേരെയാവുന്നു. ഇവനും ആ ഒരു ഗ്ലാസ്സിൽ തൊട്ട സമയത്ത് അതൊരു ലിക്വിഡ് ഫോമിലായിട്ട് ഇവന്റെ ദേഹത്തോട്ട് അങ്ങ് ഒട്ടിപ്പിടിക്കുന്നു. നീ സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ലേ? ആ സ്വപ്നം കാണുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു വേൾഡ് ഡ്രീം വേൾഡ് ആണെന്ന് നമുക്ക് അറിയത്തില്ല. എപ്പോ തിരിച്ച് റിയാലിറ്റിയിലോട്ട് വരുന്നത് വരെ. സപ്പോസ് അത് റിയാലിറ്റിയിലോട്ട് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു ഡ്രീം ആണെങ്കിലോ? അങ്ങനെ ഇരിക്കും എങ്ങനെയാണ് സ്വപ്നം ഏതാണ് റിയാലിറ്റി ഏതാണ് നീ തിരിച്ചറിയാൻ പോകുന്നത്? ഇപ്പൊ നീ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്വപ്നത്തിൽ നിന്നും എഴുന്നേക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അവനോട് പറയുന്നു. അപ്പോഴേക്കും ഇവ മുമ്പ് തൊട്ട് ആ ഒരു ഗ്ലാസ് എല്ലാം ഇവന്റെ ദേഹത്തോട്ട് അങ്ങ് കയറി പിടിച്ച് ചെങ്ങായി മൊത്തം ആ ഒരു ഗ്ലാസ് ആയിട്ട് മാറുന്നു. പെട്ടെന്ന് നീവയും കണ്ണു തുറന്നു നോക്കുന്ന സമയത്ത് അവന് ചുറ്റും കുറെ വെള്ളവും കുറെ വയേഴ്സ് എല്ലാം പോകുന്നുണ്ട്. അവനും മെല്ലെ കൈബുക്കി വെളിയിലോട്ട് വരുന്ന സമയത്താണ് അവനൊരു ചേംബറിൽ കുറെ വയേഴ്സ് എല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നത് അവൻ തിരിച്ചറിയുന്നത്. ഞാനിപ്പോൾ എവിടെയാണെന്ന് നമ്മുടെ നിയോയ്ക്ക് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ പുള്ളിക്കാരൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ബോഡീസ് ഇങ്ങനെ ചേംബറിലായിട്ട് കിടക്കുന്നതായിട്ട് അവൻ കാണുന്നു. ഇങ്ങനെ ക്യാമറ വൈഡിലോട്ട് പോകുന്ന സമയത്താണ് അവിടെ ഒരുപാട് ഈ പറയുന്ന ചാമ്പേഴ്സ് ഇരിക്കുന്നുണ്ട്. അതിൽ ഓരോന്നിലും മനുഷ്യരും ഉണ്ട്. പെട്ടെന്ന് അവിടേക്ക് ഒരു റോബോട്ട് വരുന്നുണ്ട്. വന്നതും ഇവന്റെ പിന്നിൽ കണക്ട് ചെയ്ത ഒരു വയർ ഡിസ്കണക്ട് ചെയ്യുന്നു. സ്പോട്ടിൽ തന്നെ ഇവന്റെ ചുറ്റും കണക്ട് ചെയ്ത ഒരുപാട് വയേഴ്സ് ഡിസ്കണക്ട് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ദെൻ ആ ഒരു ചേംബറിൽ ഉണ്ടായിരുന്ന ഒരു ഹോളിലൂടെ പുള്ളി വേറെ ഏതൊരു വെള്ളത്തിലോട്ടും വീഴുന്നുണ്ട്. ഇവനും ആ ഒരു വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് അവനെ വേറെ ആരോ വന്നിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട്. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ മോർഫീസും ടീമും ആയിരുന്നു. ശരി, എന്താണ് ഇവിടെ നടക്കുന്നത്? ആരാണ് ആ ഒരു ചേംബേഴ്സിൽ ഉണ്ടായിരുന്ന മനുഷ്യർ? എന്താണ് ഈ മാട്രിക്സ്? ആരാണ് ഈ മോർഫീസ്? എല്ലാം ഞാനിപ്പോൾ പറഞ്ഞുതരാം. 21st സെഞ്ചുറിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് മനുഷ്യർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് AI കണ്ടുപിടിക്കുന്നത്. ഓഫ് കോഴ്സ് AIയുടെ വരവിന് ശേഷം മനുഷ്യരുടെ ജോലിയെല്ലാം ഭയങ്കരധികം എളുപ്പമായിട്ടുണ്ടായിരുന്നു. അതിലുപരി പറയുകയാണെങ്കിൽ AI ഇല്ലാതെ മനുഷ്യരെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാവുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യരുടെ കമാൻഡ്സിനല്ലാതെ ഈ AI തന്നെ സ്വയം ചിന്തിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു. അതിനുശേഷം അതനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയും തുടങ്ങുകയാണ്. അങ്ങനെ മെല്ലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരുടെ ഈ ഒരു എർത്തിനെ ഓവർടേക്ക് ചെയ്യുന്നു. മനുഷ്യർക്കൊക്കെ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോഴാണ് അവരെല്ലാവരും ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത്. എന്താണെന്നാൽ ഈ AI റോബോട്ട്സിനെ എല്ലാം തന്നെ മെയിൻ പവർ സോഴ്സ് ആയിട്ട് നിൽക്കുന്നത് സൂര്യനാണ്, അതായത് സോളാർ പവർ ആണ്. അതിനെ തുടർന്ന് മനുഷ്യർ ഓപ്പറേഷൻ ഡാർക്ക് സ്റ്റോം എന്ന പേരിൽ ഡാർക്ക് സ്റ്റോം എഫക്ട് വെച്ച് ആകാശം മൊത്തം അശുദ്ധമാക്കിയിട്ട്
ഭൂമിയിലേക്ക് സൂര്യപ്രകാശം കടത്തിവിടാത്ത രീതിയിലാക്കുന്നു. അതിനെ തുടർന്ന് ഇവഞ്ച്വലി സൂര്യപ്രകാശം നമ്മുടെ ഭൂമിയിൽ തട്ടാത്ത രീതിയിൽ മാറുകയാണ്. ഇതുമൂലം ഇവർ വിചാരിച്ച പോലെ തന്നെ ഒരുപാട് AI എല്ലാം ഇല്ലാതാവുകയാണ്. പവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ AI മെല്ലെ മെല്ലെ ഇല്ലാതായിക്കൊണ്ട് വരികയാണ്. എന്നാൽ അപ്പോൾ ആർക്കും തന്നെ അറിയില്ല അത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് മാറുന്നതെന്ന്. അങ്ങനെ ഇരിക്കുകയാണ് AI ഭൂമിയിലെ ഏറ്റവും വലിയ പവർ സോഴ്സ് കണ്ടുപിടിക്കുന്നത്. ആ പവർ സോഴ്സ് വേറെ ആരുമല്ല, നമ്മൾ അടങ്ങുന്ന ഈ മനുഷ്യരാണ്. ബേസിക്കലി നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് 120 വാട്ട് വരെ പവർ സപ്ലൈ കൊടുക്കാൻ പറ്റുന്നതും അത് മാത്രമല്ല സാധാരണ വെള്ളം ചൂടായി തിളയ്ക്കാൻ മാത്രമുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മുടെ ഹ്യൂമൻ ബോഡിയെ കൊണ്ട് സാധിക്കും. സോ മനുഷ്യനെ ലിക്വിഡ് ഫോമിലേക്ക് ആക്കിയിട്ട് അതിനെ ഒരു പവർ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഈ AI. ഇങ്ങനെ മനുഷ്യരെ ഇല്ലാതാക്കി പവർ സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ മനുഷ്യർ തന്നെ ഇല്ലാതായി പോകും. അങ്ങനെ സംഭവിച്ചാൽ ഇനി തുടർന്ന് അവർക്ക് ആ ഒരു പവറും കിട്ടാതാവും. അതിനെ തുടർന്നാണ് അവർ തീരുമാനം എടുക്കുന്നത് എന്താണെന്നാൽ കോടിക്കണക്കിന് മനുഷ്യരെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഒരു സ്ത്രീയുടെ വയറ്റിൽ ഒരു കുട്ടി എങ്ങനെയാണ് ജനിക്കുന്നത് അതേപോലെ തന്നെയാണ് അവരുണ്ടാക്കിയ ആ ഒരു ചേംബറിനുള്ളിൽ ഒരു കുട്ടി വളരുന്നതും. അവരുടെ ബോഡി എല്ലാം തന്നെ പ്ലഗ് ഇൻ ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. AIക്ക് കൂടുതൽ പവർ സോഴ്സ് കിട്ടണമെങ്കിൽ ഈ മനുഷ്യര് പൂർണ്ണമായിട്ടും വളരണം. ഇങ്ങനെ പൂർണ്ണമായിട്ടും വളരുന്ന മനുഷ്യന്മാര് അവസാനം മരിച്ച ശേഷമാണ് ഇവർ ഈ പറയുന്ന ലിക്വിഡ് ഫോമിലാക്കിയിട്ട് പവർ സോഴ്സ് ആയിട്ട് ഇവർ യൂസ് ചെയ്യുന്നത്. സോ ഹൈപ്പോത്തറ്റിക്കലി സ്പീക്കിംഗ് ആ പറയുന്ന ചേംബറിന്റെ ഉള്ളിലും മനുഷ്യന്മാർക്ക് പൂർണ്ണമായിട്ടും വളരാൻ സാധിക്കും. പക്ഷേ അവരുടെ ബ്രെയിൻ തീരെ ആക്റ്റീവ് അല്ലായിരിക്കും. സോ ഇവർക്ക് ഈ പവേഴ്സ് കിട്ടണമെങ്കിൽ ഈ പറയുന്ന ഹ്യൂമൻസ് അവരുടെ ബ്രെയിൻ യൂസ് ചെയ്യണം. മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം, നടക്കണം, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അതൊന്നും തന്നെ ഈ ഒരു ചേംബറിനുള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കത്തില്ല. ഇങ്ങനെ മനുഷ്യരുടെ മൈൻഡ് ആക്റ്റീവ് ആയാൽ മാത്രമാണ് ഈ പറയുന്ന AIക്ക് പവർ സോഴ്സ് കിട്ടത്തുള്ളൂ. സോ ഈ ഒരു പ്രശ്നത്തിന് അവർ കണ്ടുപിടിച്ച ഒരു സൊല്യൂഷനാണ് നമ്മുടെ ഭൂമിയെ പോലെ തന്നെ ഒരു വേൾഡ്, അതായത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം അവർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിലേക്ക് ഈ പറയുന്ന ചേംബറിന്റെ ഉള്ളിൽ വയസ്സായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ മനുഷ്യരെയും കടത്തിവിടുകയാണ്. അതായത് മനുഷ്യരുടെ മൈൻഡ് മാത്രമാണ് ആ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ ബോഡി ഇപ്പോഴും ആ ഒരു ചേംബറിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഇങ്ങനെ ഇവർ ക്രിയേറ്റ് ചെയ്ത ഒരു വേൾഡിൽ മനുഷ്യർ അവരുടെ ജീവിതം ജീവിക്കുകയാണ്. അവരുടെ മൈൻഡും ആക്റ്റീവ് ആവും. അതിനെ തുടർന്ന് അവർ ഇവഞ്ച്വലി മരിച്ചു പോകുന്ന സമയത്ത് AIക്ക് അവരെ ലിക്വിഡ് ഫോമിലാക്കിയിട്ട് പവർ സോഴ്സും ലഭിക്കും. ഇങ്ങനത്തെ ഈ ഒരു മോട്ടീവോടെ അവർ ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ പേരാണ് മാട്രിക്സ്. സോ ബേസിക്കലി മാട്രിക്സ് എന്ന് പറയുന്നത് ഒരു സിമുലേറ്റർ റിയാലിറ്റിയാണ്. അതായത് ലൈക്ക് ഒരു വീഡിയോ ഗെയിം. അതായത് അതിനകത്ത് ആൾറെഡി ഒരു വേൾഡ് ഉണ്ടാവും. ആ ഒരു വേൾഡിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ പോകുന്നു. സോ അതേ കാര്യം ഇതിനകത്ത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് നിങ്ങൾ വിർച്വൽ റിയാലിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവും. ആ ഒരു വിർച്വൽ റിയാലിറ്റി എന്താണ്, നമ്മൾ മറ്റൊരു റിയാലിറ്റിയിലുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് റിയൽ അല്ല, അതൊരു VR ആണെന്ന് നമ്മുടെ ഉപബോധ മനസ്സിന് അതൊരു ഐഡിയ ഉണ്ടാവും. ഒരു VR വേൾഡും ഒരു റിയൽ വേൾഡുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. ബട്ട് ഇൻ ദ കേസ് ഓഫ് സിമുലേറ്റർ റിയാലിറ്റി there is no difference. That wasn't your teacher. This isn't your school. This entire world is not the world. We're inside a huge simulation chamber on an alien spaceship. This entire universe is a computer simulation done by the Anunnaki. The concept of free will is a joke. Like a video game. Nama ഉണ്മെന്ന് നിனைக்கிறதெல்லாம் ഉണ്മയാ இருக்கணும்னு അവசியம் ഇല്ല. ശരിക്കുള്ള വേൾഡുമായിട്ട് സിമുലേറ്റർ റിയാലിറ്റിയിൽ ഒരു തരത്തിലുള്ള ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യത്തേയില്ല. ഇങ്ങനെ മാട്രിക്സ് എന്ന് പറയുന്നത് ഒരു സിമുലേറ്റർ റിയാലിറ്റി ആണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും എഴുന്നേറ്റ കുറച്ച് മനുഷ്യർ മാത്രം, അതായത് സർവൈവ് ചെയ്ത മനുഷ്യർ ഭൂമിയുടെ കോറിന്റെ ഭാഗത്തായിട്ട്, അതായത് അവരെ കൊണ്ട് ഭൂമിയുടെ പ്രതലത്തിൽ ജീവിക്കാൻ സാധിക്കില്ല. അതിനെ തുടർന്ന് അണ്ടർഗ്രൗണ്ടിൽ ഭൂമിയുടെ കോറിന്റെ അവിടെയായിട്ട് ലാസ്റ്റ് ഹ്യൂമൻ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന സയോണിലാണ് അവർ ജീവിക്കുന്നത്. വൺസ് മോർഫീസും ഇതേപോലെ തന്നെ ആ ഒരു മാട്രിക്സിൽ ജീവിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ വേറൊരു വ്യക്തി ഈ ഒരു റിയൽ വേൾഡിലോട്ട് കൊണ്ടുവരികയായിരുന്നു. അതിനുശേഷമാണ് സയോണിൽ പോയി ട്രെയിൻ എല്ലാം ചെയ്ത ശേഷം നമ്മുടെ മോർഫീസ് ഈ പറയുന്ന ട്രെയിൻ അവരുടെ ടീമിനെല്ലാം തന്നെ റിയൽ വേൾഡിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സോ മോർഫീസിന്റെയും ഇവരുടെ ടീമിന്റെ ഇപ്പോൾ മെയിൻ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാട്രിക്സിൽ പെട്ടെടുക്കുന്ന ആൾക്കാരെ എല്ലാം തന്നെ റിയൽ വേൾഡിലോട്ട് കൊണ്ടുവരിക, അതായത് സയോണിലോട്ട് കൊണ്ടുവരിക എന്നതാണ്. സോ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു നിയോയും മാട്രിക്സിൽ നിന്ന് നേരെ റിയൽ വേൾഡിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. മോർഫീസ് കുറച്ച് മുമ്പ് 2 ഗുളിക കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു റെഡ് പില്ലും ഒരു ബ്ലൂ പില്ലും. അതിൽ റെഡ് പില്ലാണല്ലോ ഇവൻ ചൂസ് ചെയ്തത്. സോ അത് ബേസിക്കലി ഒരു ട്രാക്കർ ആയിരുന്നു. ഇത് എന്തിനു വേണ്ടിയാണെന്നാൽ അവിടെ ഒരുപാട് അതായത് കോടിക്കണക്കിന് ചേമ്പേഴ്സ് ഉണ്ട്, മനുഷ്യരുണ്ട്. അവർക്കിടയിൽ നിയോനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ടാണ് ഇവൻ ആ ഒരു റെഡ് പില്ല് കൊടുത്ത് ആ ഒരു ട്രാക്കർ വെച്ച് അവന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് റിയൽ വേൾഡിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നിയോയെ കാണിക്കുന്നുണ്ട്. അവൻ എന്താ പറയുക, കണ്ണൊക്കെ തുറക്കാൻ നോക്കുന്ന സമയത്ത് അവന് ഭയങ്കരധികം വേദനിക്കുന്നു. അപ്പോൾ മോർഫീസും നീ നിന്റെ കണ്ണ് ഇപ്പോഴല്ലേ ഉപയോഗിക്കുന്നത്, സാരമില്ല അത് റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞ് അവനോട് പറയുന്നു. അപ്പോൾ നിയോയുടെ ദേഹത്ത് ഒരുപാട് കമ്പികൾ എന്നെ കുത്തി ഇറക്കിയിട്ടുണ്ട്. ഇത് ഒരു തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്, എന്താണെന്ന് ഞാൻ മറന്നുപോയി. അങ്ങനെ മെല്ലെ മെല്ലെ നമ്മുടെ നിയോയും റിക്കവർ ആവുകയാണ്. അവൻ എഴുന്നേറ്റ് നമ്മുടെ മോർഫീസിനോട് ഞാനിപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞ് ചോദിക്കുന്നു. നിയോ എവിടെയാണെന്നല്ല എപ്പോഴാണെന്നാണ് നീ അറിയേണ്ടത്. നീ വിചാരിക്കുന്ന പോലെ ഇത് 1999 ഒന്നുമല്ല, ഇത് ഏകദേശം 2199 ഇത് ഏതാ വർഷം എന്ന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല, ബിക്കോസ് ഞങ്ങൾക്കും അറിയത്തില്ല. ഇത് ഞാൻ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നിനക്ക് മനസ്സിലാവില്ല, നീ തന്നെ വന്ന് കണ്ടു നോക്കുന്നു പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് അവനെ ഒരു ചെയറിൽ എത്തിയ ശേഷം അവൻ്റെ തലയുടെ ബാക്കിലായിട്ട് ഒരു ഹോളുണ്ട്. സോ ആ ഒരു ഹോളിലേക്ക് ഒരു വയർ പ്ലഗ് ചെയ്ത് കയറ്റുന്നുണ്ട്. തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ നിയോ വേറൊരു സ്ഥലത്തെത്തിയാണ്, കംപ്ലീറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. അവിടേക്ക് മോർഫിസം വരികയാണ്. അതിനുശേഷം നിയോയോട് ഇതാണ് ഞങ്ങളുടെ ലോഡിംഗ് പ്രോഗ്രാം എന്നും ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് ഡ്രസ്സ് വേണമെങ്കിൽ ഡ്രസ്സ്, വെപ്പൺസ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇങ്ങനെ മോർഫീസ് പറയുന്ന അതേസമയം തന്നെ
തന്നെ ഒന്നുമില്ലാത്ത അവിടെ പെട്ടെന്ന് 2 സോഫയും ഒരു TV എല്ലാം വന്നിരിക്കുന്നു. നിയോയും മെല്ലെ വന്ന് അതിനെ വന്ന് തൊട്ട് നോക്കുന്നുണ്ട്. അത് ഭയങ്കരധികം റിയൽ ആയിട്ട് അവന് ഫീൽ ചെയ്യുന്നു. വീണ്ടും ഒരു സംശയത്തോടെ നമ്മുടെ നിയോ ഇതൊരു പ്രോഗ്രാം ആണോ എന്ന് ചോദിക്കുന്നു. അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, നിന്റെ കോസ്റ്റ്യൂംസ് എല്ലാം മാറിയിരിക്കുകയല്ലേ, ഈവൻ നിന്റെ ഹെയർ പോലും മാറിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആയത് നിയോ? നീ ചിന്തിച്ചു നോക്ക്. ഇത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു ലോഡിംഗ് പ്രോഗ്രാം ആണ്. നിന്റെ ഈ ഒരു അപ്പിയറൻസിനെ ഞങ്ങൾ വിളിക്കുന്നത് റെസിഡ്യുവൽ സെൽഫ് ഇമേജ് എന്നാണ്. അതായത് ഉപബോധ മനസ്സിൽ നിന്റെ രൂപം എങ്ങനെയാണോ അതാണ് നീ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇത് റിയൽ അല്ല എന്ന് പറഞ്ഞ് നമ്മുടെ നിയോ പറയുന്നു. അപ്പോൾ മോർഫിയസ്, എന്താണ് റിയൽ? ഇവിടെ ഒന്നും തന്നെ റിയൽ അല്ല. എല്ലാം നമ്മുടെ ബ്രെയിൻ കൊടുക്കുന്ന സിഗ്നൽസ് ആണ്. ആ ബ്രെയിനിൽ നിന്ന് പോകുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ് ഇത് റിയൽ ആണെന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതിനുശേഷം മോർഫിയസ് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ നിയോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് മാട്രിക്സ്, ഏതാണ് AI, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞതെല്ലാം തന്നെ ഇപ്പം നിയോയോട് മോർഫിയസ് പറഞ്ഞു കൊടുക്കുന്നു. അത് മാത്രമല്ല ഇപ്പം നമ്മുടെ ഭൂമി എങ്ങനെയാണെന്നും ആ ഒരു TV-യിൽ അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒറ്റയടിക്ക് കേട്ടപ്പോൾ നമ്മുടെ നിയോയ്ക്ക് കൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. കാരണം തികച്ചും സ്വാഭാവികമാണ്. നമ്മുടെ മുഖത്ത് നോക്കി നമ്മൾ ഇത്ര നാളും ജീവിച്ച ആ ഒരു ജീവിതം റിയൽ അല്ല എന്ന് പറയുമ്പോൾ ആർക്കും തന്നെ സഹിക്കാൻ സാധിക്കത്തില്ല. ശേഷം നിയോ ടെൻഷനായിട്ട് അവൻ ബോധം കെട്ടുപോകുന്നു. എന്നാലും എങ്ങനെയാണ് ഇതെല്ലാം പോസിബിൾ ആയത്? അതായത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കി നോക്കി ചെയ്ത് ഈ ഒരു AI-ക്ക് എവിടെയാണ് പിഴച്ചു പോയത്? ഏത് വലിയ ആനയ്ക്കും ഒരു പ്രാവശ്യമെങ്കിലും അടിതെറ്റും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. AI-യുടെ പ്ലാൻ പ്രകാരം എല്ലാ ജനങ്ങളും ഈ പറയുന്ന മാട്രിക്സിൽ നിൽക്കുന്ന സമയത്ത് അതിൽ ഒരാൾ മാത്രം, ഒരേ ഒരു വ്യക്തി മാത്രം ഈ ഒരു ലോകം റിയൽ അല്ല എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം റിയൽ വേൾഡിലോട്ട് വരികയാണ്. അത് മാത്രമല്ല അദ്ദേഹം സാധാരണയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നില്ല. അദ്ദേഹത്തിന് ഈ പറയുന്ന മെട്രിക്സ് മൊത്തം തന്നെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം ഓരോരോ ജനങ്ങളെ വെച്ച് ഇന്ന പോലെ റിയൽ വേൾഡിലോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടുവരുന്നത്. എന്നാൽ മനുഷ്യരെ മൊത്തം തിരിച്ച് ഭൂമിയിലോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം മരിച്ചു പോവുകയാണ്. ഇദ്ദേഹത്തിന് സയോണിലുള്ള എല്ലാ ജനങ്ങളും ഒരു ദൈവത്തിനെ പോലെ, ഒരു രക്ഷകനെ പോലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. മൂവീസിൽ ദ വൺ എന്ന പേരിലാണ് അദ്ദേഹത്തിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഭൂമിയിലോട്ട് വന്ന ജനങ്ങളും വീണ്ടും അവിടെ ഉണ്ടായിരുന്ന മേട്രിക്സിലുള്ള ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്താണ് നമ്മുടെ മോർഫിയസ് ഓറക്കിളിനെ മീറ്റ് ചെയ്യുന്നത്. ഇനി ആരാണ് ഈ ഒരു ഓറക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. അതായത് മാട്രിക്സ് ഉണ്ടാക്കിയ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം തന്നെയാണ് ഈ ഓറക്കിൾ. ഇവരെ കൊണ്ട് ഫ്യൂച്ചർ കാണാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ഇവരെ മദർ ഓഫ് മെട്രിക്സ് എന്നും പറയാറുണ്ട്. ഓറക്കിൾ നല്ലൊരു ക്യാരക്ടറാണ്. ഇവർ മെയിനായിട്ട് ആൾക്കാരെല്ലാം തന്നെ അഡ്വൈസ് കൊടുത്ത്, അതായത് ഇവർക്ക് ഫ്യൂച്ചർ കാണാനുള്ള ഒരു എബിലിറ്റി യൂസ് ചെയ്ത് എന്താണ് നടക്കാൻ പോകുന്നത് അത് ഓപ്പൺ ആയിട്ട് പറയാതെ പകരം അവരെന്താണോ അറിയേണ്ടത് അത് മാത്രം പറഞ്ഞു കൊടുത്ത് അവരെ നല്ല വഴിയിലൂടെ നയിക്കുക എന്നതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ജോലി എന്ന് പറയുന്നത്. സപ്പോസ് ഓറക്കിൾ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കുന്ന പ്രസന്റിലുള്ള ആൾക്കാർ അതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ അത് വേറൊരു ഇഷ്യൂ ആവുന്നതുകൊണ്ട് തന്നെ അങ്ങനെ പറയാതെ വളഞ്ഞു മൂക്കി പിടിക്കുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ മോർഫീസിനോട് നമ്മുടെ ഓറക്കിൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് നിങ്ങളുടെ എല്ലാം രക്ഷകൻ വീണ്ടും ജനിച്ചിട്ടുണ്ട്, അതായത് ദ വൺ വീണ്ടും ജനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അത് മാത്രമല്ല മോർഫീസ്, നീ ആരെയാണോ നീ അറിയാതെ തന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് അവനായിരിക്കും ദ വൺ, അതായത് നിങ്ങളുടെ എല്ലാം രക്ഷകൻ. ഇപ്പം നമ്മുടെ മോർഫീസ് നിയോ ആണ് ദ വൺ എന്നാണ് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. എന്നാൽ ഇത് നമ്മുടെ നിയോയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം അവൻ സാധാരണ ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. ഇന്നാണ് അവരുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് വേറൊരു ക്യാരക്ടർ വരുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് ടാങ്ക് എന്നാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ നേരത്ത് ഒരു തരത്തിലുള്ള പ്ലഗിൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ നിയോയും ഇതെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുന്നുണ്ട്. പ്ലഗിൻസ് ആണോ? അത് ഉണ്ടാവില്ല, കാരണം ഞാൻ ഇവിടെയാണ് ജനിച്ചത്. അതായത് ഇവന്റെ പേരൻസും വൺസ് മെട്രിക്സിൽ ജീവിച്ച ആളുകളായിരുന്നു. ശേഷം സയോണിൽ വന്ന് ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ച് ഇവർക്കുണ്ടാകുന്ന കുട്ടിയാണ് ഈ പറയുന്ന ടാങ്ക്. ഇങ്ങനെയുള്ളവരെയാണ് ഫ്രീ ബോൺ ഹ്യൂമൻസ് എന്ന് പറയാറുള്ളത്. അത് മാത്രമല്ല ഇവരെയും കൊണ്ട് ഒരിക്കലും മെട്രിക്സിനുള്ളിലോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഇവരുടെ ദേഹത്ത് ഒരു തരത്തിലുള്ള പ്ലഗിൻസും ഇല്ല. അതായത് പ്ലഗിൻസ് വെച്ച് കണക്ട് ചെയ്താൽ മാത്രമാണ് ഇവർക്ക് ആ ഒരു മെട്രിക്സിന്റെ ഉള്ളിലോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. സോ പ്ലഗിൻസ് ഇല്ലാത്ത പക്ഷം ഇവർക്ക് ആ ഒരു മെട്രിക്സിന്റെ ഉള്ളിലോട്ട് പോകാനും സാധിക്കത്തില്ല. സോ നമ്മുടെ ടാങ്ക് ഒരു ഓപ്പറേറ്ററാണ്. മെട്രിക്സിൽ നിന്നും ഭൂമിയിലോട്ട് വരാൻ വേണ്ടി ഇവർ യൂസ് ചെയ്യുന്നത് മെട്രിക്സിലുള്ള ടെലിഫോൺസ് ആണ്. അതിനെ ഓപ്പറേറ്റേഴ്സ് കൺട്രോൾ ചെയ്ത് ഈ പറയുന്ന ടെലിഫോൺ കൊടുക്കുന്ന റിംഗ് മൂലം ഇവരെ ഉള്ളിലോട്ട് കൊണ്ടുപോകാനും തിരിച്ചു വരാനും സഹായിക്കുന്നു. അത് മാത്രമല്ല ഈ ഒരു ഓപ്പറേറ്റേഴ്സ് ഈ ഹോൾ മെട്രിക്സിനെ തന്നെ കോഡിംഗ് ആയിട്ടാണ് മനസ്സിലാക്കുക. അവരും കൊണ്ട് മെട്രിക്സിനുള്ളിൽ പോയി ഇവരുടെ ഫ്രണ്ട്സിന് വഴി കാണിച്ചു കൊടുക്കാനും സാധിക്കും. റിയൽ വേൾഡിൽ നിന്നും മെട്രിക്സ് വേൾഡിലോട്ട് പോകുന്ന സമയത്ത് ഒരു ലോഡിംഗ് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഒരു ലോഡിംഗ് സ്റ്റേജ് ആകുന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, വെപ്പൺസ് വേണമെങ്കിൽ, എബിലിറ്റി വേണമെങ്കിൽ എന്തെല്ലാം തന്നെ അവിടെ വെച്ച് ഈ പറയുന്ന ഓപ്പറേറ്റേഴ്സിന് ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല മെട്രിക്സിൽ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് അത്യാവശ്യ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു എബിലിറ്റി വേണമെങ്കിൽ അവർക്ക് ആ ഒരു സമയം തന്നെ റിയൽ വേൾഡിലുള്ള ഓപ്പറേറ്റേഴ്സ് മുഖേന ഇവരുടെ മൈൻഡിലേക്ക് ആ ഒരു എബിലിറ്റി കയറ്റാനും സാധിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഒരു മാർഷൽ ആർട്ട് പഠിക്കണം, ഇപ്പോൾ എന്താ പറയുക ഒരു ടൈജിറ്റ്സു, അത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും വർഷങ്ങളെടുക്കും. എന്നാൽ ഇവിടെ അതൊന്നും വേണ്ട. ധാന്ന് പറയുന്നതിനുള്ളിൽ തന്നെ ഇവരുടെ മൈൻഡിലേക്ക് ആ പറയുന്ന ടൈജിറ്റ്സു എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. വൺസ് നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു സാധനം ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ ഒരു ടൈജിറ്റ്സു പെർഫോം ചെയ്യാനും സാധിക്കും. സോ അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ദെൻ നമ്മുടെ നിയോയുടെ ട്രെയിനിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നു. ആരുടെ ഒപ്പം? നമ്മുടെ മോർഫീസിന്റെ ഒപ്പം കോമ്പാക്ട് ട്രെയിനിങ്. അതിനുവേണ്ടി ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിലേക്ക് ഇവർ രണ്ടുപേരും പോകുന്നു. ആദ്യം മോർഫീസ് ചെറുതായിട്ടൊന്ന് ഓവർ പവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, ഭയങ്കര സ്പീഡിൽ നമ്മുടെ നിയോയെ അടിച്ചിടുന്നുണ്ടെങ്കിൽ പോലും, കുറച്ച് കഴിഞ്ഞ് നമ്മുടെ നിയോ ആവട്ടെ അവൻ വല്ലാണ്ട് അങ്ങ് സ്പീഡിൽ ഇവർ രണ്ടുപേരും അങ്ങ് ഫൈറ്റ് ചെയ്യുകയാണ്. ഇതാരും തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ മോർഫീസിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ
കോമ്പറ്റ് ട്രെയിനിങ് കഴിഞ്ഞു. ഇനി അടുത്ത ട്രെയിനിങ് എന്ന് പറയുന്നത് ജമ്പിംഗ് ആണ്. അതായത് ഫിലിമിൽ സ്റ്റാർട്ടിംഗ് മുതൽ നമ്മുടെ ട്രിനിറ്റിയും ആ ഒരു ഏജന്റ് എല്ലാം ചെയ്ത ബിൽഡിംഗ് ടു ബിൽഡിംഗ് ജമ്പിംഗ്. ഇന്നേ വരെ ആരും തന്നെ അവരുടെ ഫസ്റ്റ് ചാൻസസ് തന്നെ ആ ഒരു ബിൽഡിംഗ് ചാടി അപ്പുറത്തോട്ട് കടന്നിട്ടില്ല. എല്ലാവരും ഫെയിൽ ആയിട്ടുണ്ട്. സപ്പോസ് ഇവന് വല്ല ശക്തി ഉണ്ടെങ്കിൽ ഇവൻ സിമ്പിൾ ആയിട്ട് തന്നെ അപ്പുറത്തോട്ട് കടക്കും. എല്ലാവരും തന്നെ നിയോ ചാടുന്ന ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ചാടില്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിയോയും വേഗം തന്നെ ആ ഒരു ബിൽഡിങ്ങിന്റെ മോഡിൽ നിന്ന് അങ്ങോട്ട് അങ്ങ് എടുത്ത് ചാടുന്നു. ചാടി നിയോ അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് എത്തിയെന്ന് നമുക്ക് അടുത്ത പാർട്ടിൽ കണ്ടുവെക്കാം. ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ടാകും, കണ്ടുവെക്കുക. അങ്ങനെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ഒന്ന് പരിഗണിക്കുക. വീണ്ടും ഇതുള്ള ഒരു വ്യത്യസ്തമായ സിനിമയായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.